الحمد لله الحمد لله الواحد القهار العزيز الجبار قابل التوب شديد العقاب ذي الطول واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. ബഹുമാന്യരായ വിശ്വാസിനികൾ, പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വിരോധനങ്ങൾ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വളരെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അന്ത്യനാളിനോടടുക്കുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി അവന്റെ വിശ്വാസ കർമ്മ മേഖലകളെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഒരു തീക്കനലിൽ നിൽക്കുന്ന അവസ്ഥയാണ് അവൻ ഉണ്ടാവുക എന്ന് 2 ആഴ്ച മുൻപ് സൂചിപ്പിക്കുകയുള്ളൂ. സാമൂഹികമായി നിലനിൽക്കുന്ന തിന്മകളിൽ നിന്ന് മുക്തമായി ഇസ്ലാമിന്റെ അസ്തിത്വത്തെ, ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഏറെ പരിശ്രമിക്കേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ 2 ഖുത്ബകളിലൂടെ സൂചിപ്പിച്ചത്. ഒന്നാമതായി ലജ്ജയുള്ളവരായിരിക്കണമെന്നും, രണ്ടാമതായി സ്ത്രീത്വത്തിന് ഇസ്ലാം നൽകുന്ന മാനത്തെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് അവകാശങ്ങളെ വകവെച്ച് നൽകിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാമൂഹികമായ ചില തിന്മകൾ അത് തിന്മകളല്ലാതെയായി മാറിയിട്ടുണ്ട്. അതിന്റെ ബാഹുല്യം എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് അത് തിന്മയാകാതിരിക്കുകയും. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒന്നിച്ചുള്ള ഇടപെടലുകളും കൂടിച്ചേരലുകളും DJ പാർട്ടികളും ഇന്നത്തെ ആധുനികമായ വിനോദത്തിന്റെ വർത്തമാനങ്ങൾ, പ്രത്യേകിച്ച് മ്യൂസിക്കിന്റെ, സംഗീതത്തിന്റെ ആസ്വാദനം എന്ന് പറയും. ഒറ്റ വാചകത്തിൽ പറയുന്നു, ഇസ്ലാം ആ വിഷയത്തെ ഹറാമാക്കിയിട്ടുണ്ട്. സംഗീതത്തിന്റെ ഇസ്ലാമികപരമായ ഹുക്ം എന്ന് പറയുന്നത് ഹറാമാകുന്നു. ചില ആളുകളൊക്കെ ചില നന്മകളൊക്കെ അതിനകത്തുണ്ടല്ലോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മതത്തിനകത്തേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും മതപ്രബോധനത്തിന് വരെ മ്യൂസിക്കിനെ ഉപയോഗിക്കാമെന്ന് വാദിക്കുകയും പള്ളികളുടെ അകത്തളങ്ങൾ പോലും
അത്തരത്തിലുള്ള ദുഷ്ടപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ വിസ്മരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ പറഞ്ഞതാണ്, മദ്യത്തിൽ അല്പം ചില നന്മകളുണ്ട്. അല്പം ചില നന്മകൾ ഉണ്ടെന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മദ്യം ഒരിക്കലും ഹലാലായി മാറുകയില്ല. ഒരു തത്വമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു ഖാഇദയാണത്, ഒരു തിയറിയാണ്. അതിനകത്ത് നന്മ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആ നന്മ എവിടെയാണോ ഏത് തരത്തിലാണോ ഉപയോഗപ്പെടുത്തേണ്ടത് ആ തരത്തിൽ, ആ സാഹചര്യത്തിൽ, ആ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പൊതുവൽക്കരിച്ച് സാമാന്യവൽക്കരിച്ച് ഇതിനെ ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള സംസാരം ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഗീതം, മ്യൂസിക് അത് ഹറാമായി തീരുന്നത്? വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ പൂർവികരായ സ്വഹാബത്ത്, തബീഉകൾ അവർ വ്യാഖ്യാനിച്ചത് ആ രൂപത്തിലാണ്. ഒന്നാമത്തെ ദലീൽ വിശുദ്ധ ഖുർആൻ 31-ാം സൂറത്തുൽ ലുഖ്മാനിന്റെ 6-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, മൻ കൂട്ടത്തിൽ ചില ആളുകൾ എന്ന് ബഹുവചനം പ്രയോഗിച്ച് പിന്നെ പ്രയോഗിച്ച് മൻ, ഒരുത്തൻ എന്ന്. അത് പറയാൻ ആയത്തിറങ്ങാനുള്ള ഒരു കാരണം വിശദീകരിക്കാം. ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് ചില ആളുകൾ, മൻ യശ്തരി, അവൻ വില കൊടുത്തു വാങ്ങുന്നു. ഇങ്ങോട്ടൊന്ന് വാങ്ങി അങ്ങോട്ട് പകരൊന്ന് കൊടുക്കുക, പകരൊന്ന് സ്വീകരിച്ച് അങ്ങോട്ട് വേറൊന്ന് നൽകുക. ഇതിനാണ് അറബി ഭാഷയിൽ ഇസ്തിറ എന്ന്. എന്തിനെ വാങ്ങുന്നത്? ലഹുവൽ ഹദീസ്, ലഹുൽ ഹദീസിനെ, വിനോദ വർത്തമാനങ്ങളെ, ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിന് വേണ്ടി, ളലാലത്തിലാക്കുന്നതിന് വേണ്ടി വിനോദത്തിന്റെ വർത്തമാനങ്ങളെ പകരം വാങ്ങുന്ന ആളുകളുണ്ട്. ഒരു വിവരവുമില്ലാതെ അതിനെ അവർ പരിഹാസ്യരാക്കുകയും ചെയ്യുന്നു. അവർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. തൊട്ടടുത്ത ആയത്തിൽ എന്ന് പറയുന്നു, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ ചെവിയില് ഒരു അടപ്പിട്ട് അടച്ചു മൂടിയതുപോലെ, കേൾക്കാത്തതുപോലെ ആയത്തിന്റെ അടുത്ത് അവർ തിരിഞ്ഞു പോകും. ഖുർആനിന്റെ വിളിയിലേക്ക്, ഖുർആനിന്റെ പഠനത്തിലേക്ക്, അതിന്റെ മനനത്തിലേക്ക് ചെവി കൊടുക്കാതെ ലഹ്വുൽ ഹദീസിലേക്ക്, വിനോദ വർത്തമാനങ്ങളിലേക്ക്. അവിടെ ഒരു ഖുർആൻ പഠന സദസ്സുണ്ടെങ്കിൽ അവിടെ കയറിയിരിക്കൂല. ഈ റോട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കൊട്ടോ പാട്ടോ ഒച്ച കേട്ട അങ്ങോട്ട് ഓടിച്ചെല്ലും. ഈ സ്വഭാവത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ലഹ്വുൽ ഹദീസിനെ, വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങിക്കൊണ്ട് ആയത്തുകളിൽ നിന്ന് അവൻ തിരിഞ്ഞു കളയുന്നു. മുസ്തകിബിറൻ, അഹങ്കാരം നടിച്ചുകൊണ്ട്, കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറ, ചെവിയിൽ എന്തോ മൂടിയുണ്ട്, ഒന്നും അങ്ങോട്ട് കേറാത്തത് പോലെ, ചെവി കേൾക്കാത്തത് പോലെ അവൻ ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു പോകും. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവന് സന്തോഷ വാർത്ത അറിയിക്കണം, നല്ല വേദനയുള്ള ശിക്ഷയുണ്ട് എന്ന്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം, മക്ക രാജ്യത്ത് വിശുദ്ധ ഖുർആനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പ്രവാചകനെ ദ്രോഹിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ 2 പേരുകൾ ഒരു വിശ്വാസി മറക്കാൻ പാടില്ല. ഒന്ന് നളർ ഇബ്നു ഹാരിസ്, 2 ഉഖബത്ത് ബിൻ അബീ മുഈസ്. 2 പേരുടെയും പ്രവാചകനെ ദ്രോഹിക്കുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. നളറിന്റെ പണി, അവൻ ഷാമിലേക്ക് പോകും, എന്നിട്ട് ക്രൈസ്തവ ജൂത പുരോഹിതന്മാരുമായി സംസാരിക്കും. അവൻ മദീനയിലേക്ക്, എസിരിബിലേക്ക് പോകും, അവിടെയുള്ള ജൂത പണ്ഡിതന്മാരുമായി സംസാരിക്കും. എന്നിട്ട് പൂർവികരുടെ കഥകൾ കേൾക്കും. ഷാമിലേക്ക് പോയി കിസ്റമാരുടെ, കൈസർമാരുടെ, മുഖൗഖിസുമാരുടെ, ഫറോവമാരുടെ കഥാകഥനങ്ങളും ചരിത്രങ്ങളും ഒക്കെ കേട്ട് മക്കയിലെ അങ്ങാടിയിൽ വന്ന് മതാഫിൽ ഇരുന്നിട്ട് അവന് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, മുഹമ്മദ് നിങ്ങളോട് കഥ പറയലില്ലേ? സമൂദിന്റെ, ആദിന്റെ, യൂസുഫിന്റെ ഒക്കെ ചരിത്രം അതേപോലെ ഞാൻ ഈ പറയുന്ന കഥ പോലത്തെ ഒരു കഥ മാത്രമാകുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ട് താത്വികമായി വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളെ മറികടക്കാനുള്ള ഒരു പരിശ്രമം. മറ്റുള്ള ആളുകളൊക്കെ, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ പിന്നാലെ നടന്ന് തെറി വിളിക്കുകയായിരുന്നു, കല്ലെടുത്തെറിയായിരുന്നു, മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പായിരുന്നു.
നെളുറ് ചെയ്തിരുന്നത് ഖുർആനിന്റെ തത്വങ്ങളെ മറികടക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ആരെങ്കിലും കേൾക്കുകയും കേട്ടതിലേക്ക് താല്പര്യം ജനിക്കുകയും ചെയ്താൽ, നെളുറിന് ഒരു പെണ്ണുണ്ടായിരുന്നു, ജാരിയത്ത്, അടിമ സ്ത്രീ. അവളെ പറഞ്ഞയച്ച് വീട്ടിലേക്ക് ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത് അവർക്ക് മുൻപിൽ ഗാനങ്ങൾ ആലപിച്ച് അവളെ കൊണ്ട് നൃത്തം വെപ്പിച്ച് എങ്ങനെയാണോ ഇസ്ലാമിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് ചാടിക്കാൻ പറ്റുക, പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പണികളൊക്കെ നെളുർ ആ സ്ത്രീയെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അതാണ് ഖുർആൻ പറഞ്ഞത്, മൻ യശ്തരി, ഒരുത്തൻ വില കൊടുത്ത് വാങ്ങിയാൽ ആ നെളുർ ബിൻ ഹാരിസ് അവൻ വിറ്റത് ഖുർആനിനെയായിരുന്നു. ഖുർആനിന് പകരം അവൻ സ്വീകരിച്ചത് ലഹ്വുൽ ഹദീസിനെയായിരുന്നു. ഷാമിലെയും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്ന കഥാകഥനങ്ങളെ, ചരിത്രത്തെ അവൻ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. അതുകൊണ്ടാണ് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിക്കൊണ്ട് ഉലൈക ലഹും അദാബുൻ മുഹീൻ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അപമാനകരമായ ശിക്ഷ, വേദനിക്കുന്ന ശിക്ഷ ഇത്തരം ആളുകൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വചനം ഇറങ്ങിയത്. ഈ ആയത്തിനെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ വ്യാഖ്യാന കഴിവ് നൽകണമേ എന്ന് റബ്ബിനോട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച മഹാനായ സ്വഹാബി റസൂലുള്ളാഹിയുടെ പിതൃവ്യപുത്രൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അദ്ദേഹം ഉൾപ്പെടെയുള്ള അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനെ പോലെയുള്ള, മുജാഹിദ്, ഇക്രിമ പോലെയുള്ള താബിഈകളായ മുഴുവൻ പണ്ഡിതന്മാരും എന്താണ് ലഹ്വുൽ ഹദീസ്, ആളുകൾ വാങ്ങുന്ന ഈ സാധനം, വിനോദ വർത്തമാനം, അത് എന്താണ് എന്നതിന് അവർ നൽകിയ വിശദീകരണം, അത് വല്ലാഹി അൽ ഗിനാ, അത് സംഗീതമാകുന്നു എന്ന്. സംഗീതം ആസ്വദിക്കുന്നവരെ കുറിച്ച്, അത് ഉപയോഗിക്കുന്നവരെ കുറിച്ച്, വാദ്യോപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സംഗീത ആസ്വാദകരെ കുറിച്ച്, ആര് സംഗീതം ആസ്വദിക്കുന്നുവോ അവന്റെ ശ്രദ്ധ ദീനിൽ നിന്ന് പഴച്ചു പോകും. അതാണ് അള്ളാഹ് നേരത്തെ ലുഖ്മാനിൽ പറഞ്ഞില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റുന്നതാണ്. അത് ആധുനികമായ കാലഘട്ടത്തിലെ സിനിമയോ സീരിയലുകളോ നാടകങ്ങളോ സർക്കസുകളോ സ്റ്റേജ് ഷോകളോ റിയാലിറ്റി ഷോകളോ റീൽസുകളോ എന്ത് പേരിട്ട് വിളിച്ചാലും ഖുർആൻ പഠിക്കുന്നിടത്ത് ജീവിതത്തിന്റെ മൗലികമായ ലക്ഷ്യത്തിൽ നിന്ന്, അടിസ്ഥാനപരമായ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യ മനസ്സിനെ തെറ്റിച്ച് കളയുന്ന, അവൻ നിർവഹിക്കുന്ന നമസ്കാരത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധയെ തകർത്ത് കളയുന്ന ഇത്തരത്തിലുള്ള ആസ്വാദനങ്ങളെ മൊത്തത്തിൽ പണ്ഡിതന്മാര് വിളിച്ച പേരാണ് ലഹ്വുൽ ഹദീസ് എന്നുള്ളത്. ഇത് ഒരായത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ വ്യാഖ്യാനമാണ്. ഒരായത്ത് മാത്രമല്ല, സൂറത്ത് ഇസ്റാ 17-ാം അധ്യായം 64-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞതും മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞതും ഇബ്ലീസ് അനുസരിക്കാതിരുന്നതും ആ സന്ദർഭത്തിൽ ഇബ്ലീസുമായുള്ള സംസാര റബ്ബ് നടത്തുന്നിടത്ത് അല്ലാഹ് പറയുന്നുണ്ട്, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്, വസ്തഫ്സിസ്, നീ ഇളക്കി വിട്ടുകൊള്ളുക, മനിസ്തതഅത മിൻഹും, ആളുകളിൽ നിന്ന്, അവരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് നിന്നെ കൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ നീ ഇളക്കി വിട്ടോ, ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട്. നിന്റെ ശബ്ദം, പിശാചേ, ഇബ്ലീസേ, നീ നിന്റെ ശബ്ദം ഉപയോഗിച്ച് ജനങ്ങളെ പഴപ്പിക്കാൻ പറ്റുന്നവരെ പഴപ്പിച്ചോളിന്ന്. എന്താണ് ഇബ്ലീസിന്റെ ശബ്ദം? നേരത്തെ സൂചിപ്പിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് ബില്ലഹ്വി വൽ ഗിനാ, അത് വിനോദങ്ങളാകുന്നു, അത് സംഗീതമാകുന്നു എന്ന്. ആ പദത്തിന് ഒരുപാട് മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതം, വാദ്യോപകരണങ്ങളെന്ന്. ഒരു ഉപകരണത്തെ ഉപയോഗിച്ച് എന്ത് പേരിട്ട് വിളിച്ചാലും, ചണ്ടയോ മദ്ദളോ വീണ ഗിറ്റാറോ വയലിൻ എന്തായിരുന്നാലും ശരി, ഉപകരണത്തെ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് രൂപപ്പെടുന്ന ശബ്ദം, ആ ശബ്ദത്തെയാണ് പിശാചിന്റെ ശബ്ദത്തോട് വിശുദ്ധ ഖുർആൻ ഉപമിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്, പറ്റുമെങ്കിൽ ജനങ്ങളെ ഞാൻ എല്ലാവരും ഖിയാമത്ത് നാൾ വരെ വഴിപഴപ്പിക്കും എന്ന് പറയുമ്പോഴാണ് പറയുന്നത് തന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തോന്ന്. യഥാർത്ഥ വിശ്വാസികളെ, അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്ന യഥാർത്ഥ ദാസന്മാരെ അത്തരം ഒരു അവസ്ഥയിലേക്ക് വഴിമാറ്റാൻ പിശാചിനെ കൊണ്ട് സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 72-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു. സൂറത്ത് ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ, പരമകാരുണികന് ഏറ്റവും ഇഷ്ടമുള്ള കീഴൊതുക്കമുള്ള റബ്ബിന്റെ ദാസന്മാർ, ആ ദാസന്മാരുടെ കുറെ ഗുണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിന്റെ ഇടയിൽ അല്ലാഹ് പറയുന്നു, വല്ലദീന
ലാ യശ്ഹദൂന സൂർ, യഥാർത്ഥ ഇബാദുർ റഹ്മാൻ പരമകാരുണികന്റെ ദാസന്മാർ അവര് സൂറിന് സാക്ഷിയാവുകയില്ല എന്ന്. എന്താണ് സൂർ? لا يشهدون الزور قيل هو الشرك وعبادة الأصنام والكذب والفسق واللغو والباطل والغناء. പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചത് ഷിർക്ക് ആ സൂറിൽ പെടും. ഷിർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഷിർക്കിന്റെ പ്രവർത്തനങ്ങളുടെ കൂടെ ഒരു വിശ്വാസി സാക്ഷ്യം വഹിക്കൂല. വിഗ്രഹാരാധനയിൽ അവന് പങ്കാളിത്തം ഉണ്ടാവില്ല. ഫിസ്ക് തോന്നിവാസത്തിൽ തമാടിത്തത്തിന്റെ കൂടെ അവൻ കൂടിയാവുകയില്ല. കൂട്ടത്തിൽ അവൻ ഒഴുകുകയില്ല. അവൻ കളവ് പറയുകയില്ല. അവൻ വിനോദ വർത്തമാനങ്ങളെ ആസ്വദിക്കുകയില്ല. അവൻ വാദ്യോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുകയില്ല എന്നാണ് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആന്റെ ആയത്തിന് നൽകിയ വ്യാഖ്യാനമാണ്. ഇന്നലെയും ജീവിച്ച ആളുകളല്ല. പ്രവാചകന്റെ തിരുമുഖത്ത് നിന്ന് എന്താണ് ഇസ്ലാം എന്ന് നേർക്ക് നേരെ കേൾക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച സഹാബത്തിന്റെ വിശദീകരണമാണ് വിശുദ്ധ ഖുർആന്റെ ഈ പദപ്രയോഗങ്ങളെ സംബന്ധിച്ച് വീണ്ടും കാണാം. സൂറത്തുൻ നജ്ം അവസാന ഭാഗത്ത് അഫമിൻ ഹദൽ ഹദീസ് തഅജബൂൻ, മരണാനന്തര ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് അല്ലാഹു, അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ, ഈ ഹദീസിനെ കുറിച്ച്, ഈ വചനങ്ങളെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? വതദ്ഹകൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? വലതബ്കൂൻ, നിങ്ങൾ കരയാതിരുന്നത് കേൾക്കുമ്പോ ആഖിറത്തിനെ കുറിച്ച് റബ്ബേ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് മരിച്ചാൽ എന്റെ സ്ഥിതി എന്താകും എന്ന് ആലോചിച്ച് കരയേണ്ട മനുഷ്യൻ, അവൻ ആലോചിച്ച് കരയാതെ അവൻ അന്ത്യനാളിനെ നിഷേധ സ്വഭാവം വെച്ച് പുലർത്തി താന്തോന്നിത്തത്തിൽ ലജ്ജയില്ലാത്ത സംസ്കാരത്തിന്റെ കൂടെ കൂടിക്കൊണ്ട് ആസ്വദിച്ച് ചിരിച്ച് രസിച്ച് രമിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ അശ്രദ്ധയിൽ കഴിയുകയാണോ എന്ന ചോദ്യം. എന്താ സാമിദൂൻ എന്ന് പറഞ്ഞ? ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, അൻ സുഫിയാൻ അസ്-സൗരി അൻ അബീഹി അൻ ഇബ്നു അബ്ബാസ് ഖാല അൽ-ഗിനാ, മനുഷ്യനെ പരലോക ജീവിതത്തിൽ നിന്ന് അശ്രദ്ധനാക്കുന്നത് അത് സംഗീതമാകുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സുഫിയാൻ അസ്-സൗരി റഹിമഹുള്ളയുടെ പിതാവ് റിപ്പോർട്ട് ചെയ്യാൻ, സഹാബിയിൽ നിന്ന് താബി കേൾക്കുക, താബിയിൽ നിന്ന് വിശുദ്ധ ഖുർആന്റെ തഫ്സീർ എഴുതിയ ആളുകൾ അവർ കേട്ടി രേഖപ്പെടുത്തി നമ്മെ പഠിപ്പിക്കുന്ന 4 ആയത്തുകളാണ് ഞാൻ സൂചിപ്പിച്ചത്. സൂറത്തുൽ ലുഖ്മാനിന്റെ വചനം, സൂറത്ത് ഇസ്രായിലെ വചനം, സൂറത്ത് ഫുർഖാനിലെ വചനം, സൂറത്ത് നജ്മിലെ വചനം, 4 ആയത്തുകൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് സർവമാന തഫ്സീറുകളും രേഖപ്പെടുത്തിയ വിഷയമാണ് വിനോദ വർത്തമാനങ്ങൾ, അത് സംഗീതം ആസ്വാദനം, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കൽ മതം വിലക്കിയതാണ് എന്ന്. വിശുദ്ധ ഖുർആനിന്റെ ഔദ്യോഗിക വ്യാഖ്യാനം ഹദീസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലയകൂനന്ന മിൻ ഉമ്മത്തി, സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസ്, ലയകൂനന്ന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന്, ലയകൂനന്ന അറബി ഭാഷാ പ്രയോഗ രീതി ശാസ്ത്രപ്രകാരം ഉറപ്പിക്കാൻ, ഒരു സംശയവുമില്ലാതെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും അഖ്വാമുൻ, കുറച്ച് ആൾക്കാര്, ഖൗമ്, കുറച്ച് ആളുകളെ. എന്താണ് അവരുടെ അവസ്ഥ? യസ്തഹില്ലൂന, അവർ ഹലാലാക്കുന്നു, അവർ അനുവദനീയമാക്കുന്നു, അൽ ഹിറ, വ്യഭിചാരത്തെ, വൽ ഹരീറ, പട്ടുവസ്ത്രത്തെ, വൽ ഖംറ, മദ്യത്തെ, വൽ മആസിഫ, വാദ്യോപകരണങ്ങളെയും പട്ടിനെയും മദ്യത്തെയും വ്യഭിചാരത്തെയും ഹലാലാക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്റെ സമൂഹത്തിൽ നിന്ന് വരിക തന്നെ ചെയ്യും. അന്ത്യനാളിന്റെ അലാമത്തായിട്ട് റസൂലുള്ളാഹി എണ്ണി പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് നസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ഫീ ഹാദൽ ഹദീസി ദലീലുൻ, ഈ ഹദീസിനകത്ത് തെളിവുണ്ട്, അലാ തഹരീമിൽ ആലാത്തിൽ അസ്ഫി വത്തർബ്, വാദ്യോപകരണങ്ങളുടെ ഉപയോഗം അത് തഹരീമുൻ, ഹറാമാക്കപ്പെട്ടതാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. മിൻ വജ്ഹൈൻ, 2 മാർഗങ്ങളിലൂടെ. ഈ ഹദീസ് എടുത്ത് മുമ്പിൽ വെച്ചാൽ 2 റൂട്ടുകളിലൂടെ അത് ബോധ്യപ്പെടുമെന്ന്. ഏതാണ് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്? അവ്വലുഹുമാ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹില്ലൂൻ, ഒന്നാമത് ബോധ്യപ്പെടുക യസ്തഹില്ലൂൻ എന്ന പദത്തിൽ നിന്നാണ്. ജനങ്ങൾ അനുവദനീയമാക്കുന്ന, അതിന്റെ അർത്ഥം അത് ഹറാമാണ്. അനുവദനീയമായ സാധനത്തെ അനുവദനീയമാക്കൂല.
അനുവദനീയമല്ലാത്തതിനെയാണ് ജനങ്ങൾ അനുവദനീയമായി പരിഗണിക്കുന്നത്. يستحلون فإنه صريح بأن المذكورات في هذا الحديث ومنها المعازف هي في الشرع محرمة. ഇത് മതത്തിനകത്ത് മുഹറമത്താണ്, ഹറാമാണ് എന്ന് സ്ഥാപിതമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി യസ്തഹില്ലൂൻ എന്ന് പ്രയോഗിച്ചത്. ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം വാദ്യോപകരണങ്ങളുടെ ഉപയോഗം ഹറാമാകുന്നു എന്നുള്ളത്. 2 സാനിയൻ ذكر المعازف مقرونة مع محرمات أخرى معروف أنما محرمة مقطوع بحرمتها لا يشك في حرمتها. എന്തിന്റെ കൂടെയാണ് വാദ്യോപകരണങ്ങൾ എണ്ണി പറഞ്ഞത്? മദ്യത്തിന്റെ കൂടെ, വ്യഭിചാരത്തിന്റെ കൂടെ, പട്ടിന്റെ കൂടെ. ഈ 3 കാര്യങ്ങളും മതത്തിനകത്ത് ഹറാമാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. അതിന്റെ കൂടെ വാദ്യോപകരണങ്ങളെയും ചേർത്തി എണ്ണി പറഞ്ഞു എന്നതിൽ നിന്ന് അത് ഹറാമാകുന്നു, മുഹറമത്താകുന്നു എന്ന് ബോധ്യപ്പെടും എന്നുള്ളത്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു, മദ്ഹബുൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബുകളുടെ ഇമാമുമാർ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, പൂർവികരായ ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച പ്രഗത്ഭരായ മദ്ഹബിന്റെ 4 ഇമാമുമാർ, ആ 4 ഇമാമുമാരും യോജിച്ചിട്ടുണ്ട് അന്നൽ ആലാത്തുൽ ലഹ്വി കുല്ലുഹാ ഹറാം തബത ഫീ സ്വഹീഹുൽ ബുഖാരി. നേരത്തെ ഞാൻ സൂചിപ്പിച്ച സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ വാദ്യോപകരണങ്ങളും ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മദ്ഹബിന്റെ ഇമാമുമാര് യോജിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഖുർആനിലുണ്ട്, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബികൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ സഹാബികളിൽ നിന്ന് ദീൻ കേട്ട പ്രമുഖരായ ഇമാമുമാരെല്ലാവരും ആ വിഷയത്തിൽ യോജിച്ചിട്ടുണ്ട്. ഇനിയും കാണാം ധാരാളം ഹദീസുകൾ. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഖാല അഖദ النبي صلى الله عليه وسلم بيد عبد الرحمن بن عوف فانطلق به إلى ابنه إبراهيم فوجده يجود بنفسه فأخذ النبي صلى الله عليه وسلم فوضعه في هجره فبكى. റസൂലുള്ളാഹിന്റെ കുട്ടി ഇബ്രാഹിം മരണാസന്നനായിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ കയ്യും പിടിച്ച് റസൂലുള്ളാഹ് ആ വീട്ടിലേക്ക് ധൃതിയിൽ ചെന്നു. അവിടെ നിന്ന് ആ കുട്ടിയെ തന്റെ കൈകളിലേക്ക് റസൂലുള്ളാഹ് ഏറ്റുവാങ്ങി. എന്നിട്ട് ഫബകാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത്ബകി അവലം തകുൻ നഹൈതു അനിൽ ബുകാ, നിങ്ങൾ കരയാണോ? കുട്ടി മരിക്കുമ്പോ ഞങ്ങളോട് കരയരുത് എന്ന് നിങ്ങൾ ഉപദേശിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വസിയത്തുണ്ടല്ലോ, സ്വന്തം കുട്ടി മരിച്ചപ്പോൾ നിങ്ങൾ കരയുകയാണോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹിയുടെ മറുപടി അല്ല, കരച്ചിലിനെ ഞാൻ നിഷേധിച്ചിട്ടില്ല, നിരോധിച്ചിട്ടില്ല. വലാകിൻ നഹൈതു അൻ സൗതൈനി അഹ്മഖൈനി ഫജ്റൈനി, 2 സംസ്കാരശൂന്യമായ, 2 അവിവേകങ്ങൾ നിറഞ്ഞ ശബ്ദത്തെയാണ് ഞാൻ നിങ്ങളോട് നിരോധിച്ചിട്ടുള്ളത്. ഒന്ന് സൗത്തി ഇൻദ മുസീബത്തിൻ ഖംശി വുജൂഹിൻ വശഖ ജുയൂബിൻ, മുഖത്തടിച്ച് മാറ് പിളർത്തിക്കൊണ്ട് മുസീബത്തിന്റെ സന്ദർഭത്തിലുള്ള അട്ടഹാസത്തിന്റെ ശബ്ദം, ആ ശബ്ദമാണ് ഞാൻ നിങ്ങളോട് വിരോധിച്ചത്. സന്തോഷാധിക്യമുണ്ടാകുമ്പോ, കല്യാണമുണ്ടാകുമ്പോ, പെരുന്നാളുകൾ ഉണ്ടാകുമ്പോ, മറ്റു വിജയാഹ്ലാദങ്ങൾ ഉണ്ടാകുമ്പോൾ പിശാചിൽ നിന്ന് ഉണ്ടാക്കുന്ന വിജയാഹ്ലാദത്തിന്റെ ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദത്തെയാണ് ഞാൻ നിങ്ങളോട് നിരോധിച്ചതെന്ന്. ഒരു കുട്ടി മരിച്ചാൽ കണ്ണിന്ന് 2 തുള്ളി വെള്ളം ഒറ്റുക എന്നുള്ളത് അത് മതം വിരോധിച്ച കാര്യമല്ല. മുസീബത്തിന്റെ സന്ദർഭത്തിലും സന്തോഷത്തിന്റെ സന്ദർഭത്തിലും മനുഷ്യനിൽ നിന്ന് ഉണ്ടാകുന്ന അല്ലെ, കല്യാണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആകെ ബഹളം. ഒന്ന് ആലോചിച്ച് നോക്കുന്ന സഹോദരന്മാര്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സൗഭാഗ്യം. സൗന്ദര്യത്തിന്റെ കുറവുകൊണ്ട്, സമ്പത്തിന്റെ കുറവുകൊണ്ട്, അംഗവൈകല്യങ്ങൾ കാരണത്താൽ പല 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 കാരണം കൊണ്ട് കുടുംബ ജീവിതം അനുഭവിക്കാൻ തൗഫീഖില്ലാത്ത എത്ര മനുഷ്യന്മാർ നമ്മൾ. 1, 2, 10, 100 ഒന്നുമല്ല.
പെണ്ണിട്ടൽ അത്ര വലിയ ഈസി പ്രോസസ്സും അല്ല. ഇനി കല്യാണം കഴിഞ്ഞു, എത്ര കുടുംബമുണ്ട്. ഒരു വിവാഹ ജീവിതത്തിന്റെ സൗഭാഗ്യം ആസ്വദിക്കുന്ന ആളുകൾ 10% ഉണ്ടോ? ഒക്കെ 2-3 കുട്ടിയായി. ഇനിയിപ്പോ എന്താ, കാള വണ്ടി ഭരിക്കണ പോലെ അത് വലിച്ചത് തീർക്കണം. ഒരു സ്വസ്ഥതയില്ലാത്ത സമാധാനം. ഒന്നിച്ച് ജീവിച്ച് 5, 10, 15, 20 വർഷം കഴിഞ്ഞ് ഒരു സന്താനമില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയാമോ? ഇനിയൊന്നുണ്ടായി അവനെ കൊണ്ടുള്ള ശല്യം തീരാത്ത എത്ര മുഖത്തടി വാങ്ങുന്ന, ദിവസേന അടി വാങ്ങിക്കൂട്ടുന്ന മാതാപിതാക്കൾ എത്ര ഉണ്ടെന്ന് അറിയാം മക്കളുടെ അടുത്ത്. വിവാഹം നടക്കുക, സമാധാനപൂർണമായ ഒരു ജീവിതം, മക്കളുണ്ടാവുക, ആ മക്കളിൽ കൺകുളിർമുണ്ടാവുക, ഇത് റബ്ബ് ചെയ്തു തരുന്ന വലിയ ഫദ്ലും റഹ്മത്തും അബദ്ധത്തുമാണ് സാർ. അതിനു വേണ്ടിയുള്ള പ്രഥമ പടിയാണ് നിക്കാഹിന്റെ സദസ്സ്. ഇബാദത്തിനോട് പള്ളിക്ക് ഇങ്ങനെ കയറി വരുന്ന കൈകൊട്ടിട്ടാണ്. ഇബാദത്തിലേക്ക് സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥയാണ് നിക്കാഹിന്റെ വേദികളിൽ പ്രകടമാവേണ്ടത്. അവിടെയാണ് ആഭാസങ്ങളും തോന്നിവാസങ്ങളും തെമ്മാടിത്തങ്ങളുമായി ഈ ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഉമ്മത്തിന്റെ മേലിൽ പ്രശ്നങ്ങളും പ്രയാസവും പരീക്ഷണം ഉണ്ടാകും. അള്ളാന്റെ അടുത്ത് സഹായം ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ പാലിക്കപ്പെടേണ്ട മതപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. മ്യൂസിക്കിന്, വാദ്യോപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന മുഴുവൻ ശബ്ദങ്ങളെയും ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോ എങ്ങനെ പ്രായോഗികമായിട്ട് ജീവിക്കാനൊക്കെ ചിന്തിച്ചേക്കാം. അതാണ് 2 വെള്ളിയാഴ്ച മുമ്പ് പറഞ്ഞത്, ഒരു വിശ്വാസി അവന് തീക്കല്ലിൽ നിൽക്കുന്നത് പോലെ നിന്നിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം. ഒരു വിശ്വാസിക്ക് ദുനിയാവ് അത് സിജിന് പോലെയാണ്, ഒരു ജയില് പോലെയായിരിക്കുന്നു. അവന് ചില പരിമിതികളുണ്ട്. അവന് നോക്കാം, കണ്ണു കൊടുത്തു അല്ല, ചില ലിമിറ്റേഷൻ വെച്ചു. ഇന്ന സാധനത്തൊന്നും നോക്കരുത്. കാത് കൊടുത്തു, കേട്ടോളാൻ പറഞ്ഞു. ഇന്ന സാധനങ്ങളൊന്നും കേൾക്കരുത്. നാവും കൊടുത്ത്, അന്റനാവും കൊടുത്ത്, ആമാശയം കൊടുത്ത്, ദഹന വ്യവസ്ഥയും കൊടുത്ത് തിന്നോളാൻ പറഞ്ഞു. ഇന്ന സാധനങ്ങളൊക്കെ ഹറാം, അതൊന്നും തിന്നരുത്. ചെറിയ ചില ലിമിറ്റേഷൻ, അത് പാലിക്കുന്നവരാണ് വിശ്വാസി. അത് പാലിക്കാൻ സന്നദ്ധതയും ശ്രദ്ധയും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്. നിരവധി ഹദീസുകളിലൂടെ വ്യത്യസ്തങ്ങളായ വാദ്യോപകരണങ്ങളെ എണ്ണി പറയുന്നുണ്ട്. ഖുർആനിന്റെയും ഹദീസിന്റെയും പണ്ഡിതന്മാരുടെ വിശദീകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ഒരു വിഷയം കൂടി ഇതിന്റെ കൂടെ ചേർത്തി വെക്കുക. ലജ്ജയുള്ളവരായി മ്യൂസിക്കിൽ നിന്ന് വിട്ടുനിന്ന് സ്ത്രീകളുമായി പാലിക്കപ്പെടേണ്ട മര്യാദകളൊക്കെ ഒന്ന് പാലിച്ച് ഒരു അച്ചടക്കമുള്ള ഒരു ഉമ്മത്തായിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. പോകാനുള്ള പരിശ്രമം ഉണ്ടാവണം. ആണുങ്ങളോട് പറയാം, ആണുങ്ങളോട് ചില തീരുമാനങ്ങളൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ ആണത്തത്തോടുകൂടി എടുക്കാനുള്ള തന്റെ ഇടം അത് ആണുങ്ങൾക്ക് ഉണ്ടാവണം. മക്കള്, അമ്മാവന്മാര്, ആരെങ്കിലുമൊക്കെ, മക്കളുടെ കൂട്ടുകാര് ആരെങ്കിലുമൊക്കെ തിന്മയുടെ ഉപദേശകരുമായി കടന്നു വരുമ്പോ ഇത് എന്റെ വീടാണ്, ഇവിടെ ഇതേ അനുവദിക്കപ്പെടുകയുള്ളൂ എന്ന് പറയാനുള്ള ആണത്വം അത് കാണിക്കണമെന്ന് സ്നേഹബുദ്ധിയ ഉപദേശിക്കുകയാണ്. അള്ളാഹു നന്മയിൽ നിലകൊള്ളാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തിന്മകളെ വെടിഞ്ഞുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا يرضى والصلاة والسلام الأتمان الأكملان الأدومان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മതം അത് കുടുസല്ല. മതം വളരെ ലളിതമാണ്. നമ്മളാണ് കുടുസാക്കാറുള്ളത്. മതത്തിൽ റുഖ്സയുണ്ട്. റുഖ്സ സഹൂലത്താണ്, ഇളവാണ്, ആനുകൂല്യമാണ്. എല്ലാ മേഖലകളും 5 നേരം നിസ്കരിക്കണം. യാത്രക്കാരന് 3 നേരം നിസ്കരിച്ചാൽ മതി. 2 എണ്ണം അറ്റാച്ച് ചെയ്യാം. ദുഹറും അസറും ഇശാവൊക്കെ 4 റക്അത്ത് നിസ്കരിക്കണം. ഇന്ന് 2 ആക്കി ചുരുക്കാം. ഇളവുകൾ, റുഖ്സകൾ ദീനിലും. വാദ്യോപകരണ മേഖലകളിൽ, സംഗീതത്തിന്റെ ആസ്വാദനത്തിന്റെ മേഖലയിൽ മതത്തിൽ ഇളവുണ്ട്. പാട്ടുപാടാം. പാട്ടിന് ഇസ്ലാം എതിരല്ല. പാട്ടിന്റെ ആശയം, അതിന്റെ തീം അത് നന്മയായിരിക്കും. തെറിപ്പാട്ടാവരുത്, ഭരണിപ്പാട്ടാവാൻ പാടില്ല.
വായ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുന്നതാവും. അർത്ഥവത്തായ കവിത ജ്വലിച്ചു നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന അറേബ്യൻ കാലഘട്ടം, അറേബ്യ സാഹിത്യം അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിലകൊള്ളുന്ന കാലഘട്ടം. റസൂലുള്ളാഹിയുടെ ആസ്ഥാന കവി ഉണ്ടായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിനെ ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ മറുപടി കവിതകളിലൂടെ നൽകിയിരുന്നൊരു കാലഘട്ടം. കവിത ആലപിക്കാം, പാട്ടാലപിക്കാം. വാദ്യോപകരണങ്ങളിൽ ഒരേ ഒരു ഉപകരണത്തിന് മാത്രമാണ് ഉപയോഗ അനുവാദമുള്ളത്, അത് ദഫാണ്. ആ ദഫിന് ചിലങ്ക ഉണ്ടാകാൻ പാടുള്ളതല്ല. ചിലങ്കയില്ലാത്ത ദഫ് ഉപയോഗിക്കാം. ആ ദഫ് ഉപയോഗിച്ച് പാട്ടുപാടാം. ആ ദഫ് ഉപയോഗിച്ച് പാട്ടുപാടാൻ അനുവാദമുള്ളത് കുട്ടികൾക്ക് മാത്രമാണ്. ആ കുട്ടികൾ പെൺകുട്ടികൾ മാത്രമാണ്. പുരോഗതിയിലേക്ക് പ്രവേശിക്കാത്ത, പ്രായപൂർത്തിയിലേക്ക് പ്രവേശിക്കാത്ത 7, 8 ഒക്കെ പ്രായമുള്ള ചെറിയ കുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് 2 സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. ഒന്ന് നിക്കാഹിന്റെ വേളയാണ്, 2 പെരുന്നാളിന്റെ വേള. പെരുന്നാളിന്റെ ദിവസം പ്രവാചകന്റെ ഹുജറക്കകത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ പെൺകുട്ടികൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പ്രവാചക ഭവനത്തിലാണോ ഈ പിശാചിന്റെ ശബ്ദമെന്ന് ചോദിച്ച് പ്രതികരിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞത്, പെരുന്നാളല്ലേ, കുട്ടികളല്ലേ, പാടിക്കോട്ടെ. വിവാഹത്തിന്റെ സന്ദർഭത്തിൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. അനുവാദത്തെ അനുവാദമായി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തണം. നമ്മളത് ചെയ്യാറില്ല. നമ്മള് ഹലാലിനി ഹറാമും ഏതാന്ന് ചകഞ്ഞു പോകാറില്ല. ഒരു വലിയ ഗുരുതരമായ ഒരു ഭവിഷ്യത്ത് നമ്മുടെയൊക്കെ കൂടെയുണ്ട്, മനസ്സിലാക്കണം. നിക്കാഹ് നമ്മളെല്ലാവരും നടത്താറുണ്ട്. ആരാ നിക്കാഹ് നടത്താൻ പറഞ്ഞത്? ഒരു സ്ത്രീയെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് വലിയിൽ നിന്ന് ഏറ്റെടുക്കുന്ന നിക്കാഹ് എന്ന് പറയുന്ന ഒരു കരാർ, അഗ്രിമെന്റ് വേണം എന്ന് പറഞ്ഞതാരാ? മതമാണ് അള്ളാഹ് കൽപ്പിച്ചത്. സംഗീതം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാരാ? അത് ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞത് ഒരു ഭാഗത്ത് നിൽക്കുന്നു, അള്ളാഹ് പറഞ്ഞത് ഒരു ഭാഗത്ത്. നിക്കാഹ് നമ്മൾ സ്വീകരിക്കുന്നു. ആരും നിക്കാഹ് നടത്താതെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഒരു പെൺകുട്ടിയെ കയ്യിൽ പിടിച്ചിറക്കിക്കൊണ്ട് എന്റെ വീട്ടിൽ താമസിപ്പിക്കലില്ല. അവനും മതം പാലിക്കാം. പക്ഷെ ഇപ്പുറത്തുള്ള മത നിയമം അത് പാലിക്കാൻ അവൻ സന്നദ്ധനുമല്ല. കേരളം നിക്കാഹിന്റെ സന്ദർഭം മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും, ഏത് സന്ദർഭങ്ങളിലായിരുന്നാലും ശരി. എന്താ അതൊന്ന് മനസ്സിലാക്കേണ്ടത്? പച്ചക്ക് മനസ്സിലാക്കേണ്ടത്, തനിക്കിഷ്ടമുണ്ടോ ഞാൻ ചെയ്യും, തനിക്കിഷ്ടല്ലേ ഞാൻ ചെയ്യൂല. അതൊരു മുസ്ലിമിന്റെ നിലപാടല്ല. അതിന് ഫിസ്ഖ് എന്ന് അറബിയിൽ പറയാം. അത് ചെയ്യുന്നവൻ ഫാസിഖ, തെമ്മാടിയാണ്, തോന്നിവാസിയാണ്, തന്നിഷ്ടക്കാരനാണ്. ഒരു മതത്തിനല്ല മുൻഗണന, അവന്റെ ഹവ, അവന്റെ ഇച്ഛയിൽ എന്താ തോന്നിയത്, ഇത് തിരക്കടില്ല, അത് ചെയ്യാ. അതോ അത് യോജിപ്പില്ല, എന്നാ ചെയ്യാതിരിക്കുക. ഉംറക്ക് ഹജ്ജിനൊക്കെ പോകുമ്പോ സ്ത്രീകൾ ഒറ്റക്ക് പോകും. ഹജ്ജ് ചെയ്യാൻ പറഞ്ഞതാരാ? അല്ലാഹ്. പകരം സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞതാരാ? അള്ളയാണ്. സ്ത്രീകള് വീട് വിട്ട് യാത്ര ചെയ്യുമ്പോൾ കൂടെ മെഹ്റം, തന്നെ വിവാഹം കഴിക്കൽ ഹറാമായ പുരുഷന്മാർ കൂടെ ഉണ്ടാവണമെന്ന നിയമം വെച്ചതാരാ? അതും അല്ല. ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഈ കർമ്മം ചെയ്യാം. ഒരു സ്ത്രീക്ക് കൂടെ മെഹ്റമായി യാത്ര ചെയ്യാൻ ആരുമില്ലെങ്കിൽ, ഹജ്ജ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ സ്ത്രീ പോകാതിരിക്കുക. എന്നിട്ട് റബ്ബിനോട് പറയണം, റബ്ബേ നീ വെച്ച നിബന്ധന പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, പണമുണ്ട്, ആരോഗ്യമുണ്ട്, വഴിയൊക്കെ ഒരു പ്രശ്നമില്ല, പക്ഷെ കൂടെ പോരാൻ ആളില്ല, എനിക്ക് നീ പ്രതിഫലം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അതിനു വേണ്ടി ഒരു ഹറാം ചെയ്യുകയല്ല വേണ്ടത്. 10 ലക്ഷം റുപ്യ 8 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ട് സ്വർഗം കിട്ടുന്നതും 1 റുപ്യ ചെലവാക്കാതെ സ്വർഗം കിട്ടുന്നതിൽ ഏതാ ബെറ്റർ? ആ ബെറ്റർ മനസ്സിലാക്കുന്നിടത്ത് ശൈത്താൻ നല്ല കളി കളിച്ചു. ഒരു വലിയ ആളുകളുടെ സ്വപ്നം മക്ക കാണലല്ല സ്വപ്നം, മറിച്ച് പാപം പൊറുക്കല സ്വപ്നം ഉണ്ടാവേണ്ടത്. അതിനു വേണ്ടി പാപം പൊറുക്കപ്പെടുന്ന പ്രത്യേകമായി പ്രാർത്ഥന സ്വീകരിക്കുന്ന കേന്ദ്രങ്ങളാണ് സഫയും മർവയും അറഫാത്തും ജംറാത്തും അതുപോലെ മിനയും മുസ്ദലിഫയുള്ള ഭൂപ്രദേശങ്ങൾ. അതിനുവേണ്ടി പാപം പുറത്ത് സ്വർഗത്ത് പോകാൻ വേണ്ടി പോകുന്നതാ. മക്കയും മദീനയും ജിദ്ദയും തായിഫും കാണാൻ വേണ്ടി പോകല്ല. കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറ്റണം. കുറച്ച് വിവരമുള്ള, കുറച്ച് വിവേകം, കുറച്ച് കാര്യബോധമുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മളൊന്ന് വളരേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി മതം അനുവദിച്ചവയെ ഉപയോഗപ്പെടുത്തുകയും മതം വിരുദ്ധമാക്കിയതിനെ അത്
സർക്കാരിന്റെ സമ്മർദ്ദം, സാമൂഹിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്തുണ്ടായിരുന്നാലും ഒരു തീക്കനലിൽ നിൽക്കുന്നത് പോലെ ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്റെ ഇടത്തോടു കൂടി നിൽക്കാനുള്ള ഒരു കരുത്ത്, വിശ്വാസപരമായ കരുത്ത് നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സുപ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, സർക്കാർ സർവീസിലൂടെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ട സമയമാണ് ഈ മാസം 31-ാം തീയതി. ഹജ്ജിന്റെ നിബന്ധനകൾ, പോയി വരാനുള്ള പണം, പോയി വരാനുള്ള ആരോഗ്യം, വഴിയിൽ തടസ്സമില്ലാതിരിക്കുക. വഴിയിൽ ഇപ്പോൾ ഒരു തടസ്സമില്ല. 1-2 ദിവസം ഫ്ലൈറ്റ് ബ്ലോക്ക് ചെയ്തു, യുദ്ധ സാഹചര്യം ഉണ്ടായി, അത് റീസ്റ്റാർട്ട് ചെയ്തു, വഴി സുഗമമാണ്. ആർക്കൊക്കെ മറ്റൊരു പുതിയ ഒരു ലക്ഷ്യം, മകളുടെ വിവാഹം, വീടിന്റെ നിർമ്മാണം, മറ്റു നമ്മുടെ മനസ്സിനകത്തേക്ക് പുതിയ ഷർത്തുകൾ, നിബന്ധനകൾ കൊണ്ടുവരാതെ മതം പറഞ്ഞ ഷർത്ത് എന്ന് ആർക്ക് പൂർത്തിയായിട്ടുണ്ടോ അവർ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധം ആർക്കൊക്കെ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മുഴുവൻ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാവട്ടെ. ഹജ്ജ് ചെയ്ത ആളുകളുണ്ട്, അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.